ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ യൂറോ യൂസ്റ്റി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളെല്ലാം ഒരു സെല്ലിലേക്കുള്ളൊരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സെല്ലിലേക്ക് ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തൊരു പുൾ ബാക്കും കൂടെ ബൈയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റിയൊരു ലിക്വിഡിറ്റി ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് വന്നിട്ട് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിനേക്കാളും കുറച്ചും കൂടെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ. ഇനി നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ചെറിയൊരു ട്രേഡ് നോക്കാനായിട്ട് പറ്റും. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുന്നത് ഈ ഒരു ബൈയിങ് സോണിലേക്ക് വരുവാണെങ്കിലാണ് കേട്ടോ. ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയ ആണ് വർക്ക് ചെയ്യാൻ ഇതിൽ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു സെല്ലിലേക്കുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിലെല്ലാം ഗോൾഡ് കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ടൊരു പുൾ ബാക്ക് വൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിനകത്തുള്ളത്. എന്നാലും മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം പ്രൈസിലാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ചേഞ്ച് ഓഫ് ക്യാരക്ടറും പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബൈയിലേക്ക് വന്ന് ലാസ്റ്റത്തെ ലിക്വിഡിറ്റി ഒക്കെ തന്നെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാനും നോക്കുക കേട്ടോ. ചിലപ്പോൾ ഇവിടെ തന്നെ മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സായി പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഈ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന് ലോയിലേക്ക് വരുവാണെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഇനി ഒരു പ്രീമിയത്തിലേക്ക് വരുവാണെങ്കിൽ സെല്ലേഴ്സിൻ്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ലും നമുക്ക് നോക്കാനായിട്ട് പറ്റും. ചെറിയൊരു ട്രേഡുകളൊക്കെ ഈ ഒരു സാധ്യതയാണ് ഗോൾഡിൽ കാണുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് യൂറോ യൂസ്റ്റിയും കൂടെ ഒന്ന് നോക്കാം. യൂറോ യൂസ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ വീഡിയോ ചെയ്ത ടൈമിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2 ദിവസം കുറച്ച് തിരക്കായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പോകുന്നത് എന്താണ് ഏറ്റവും ഡിസ്കൗണ്ടിലുള്ളൊരു ബൈയിങ് സോണിനോട് അടുത്തായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ലോയിലെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ബൈയിലേക്ക് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് പുഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സെല്ലിലേക്ക് ട്രെൻഡുകൾ വന്നിട്ടുണ്ട്. മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കാണ് വരുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈനെയും കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. പ്രീമിയത്തിൽ നമുക്ക് സെല്ലും നോക്കാം. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിലേക്ക് വരുവാണെങ്കിൽ ബൈയും നോക്കാം. അപ്പോൾ ആ ഒരു വ്യൂവിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു മൈനർ സോഴ്സായിട്ടും വരും. അതേപോലെ തന്നെ ഇതിൻ്റെ ലോയിൽ നമുക്ക് എന്താണ് ഇത് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഈ ഒരു ഹൈനെ മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നോക്കുക. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താൽ ഹയസ്റ്റ് ചാനൽ ഇവിടെ നിന്ന് ഇനി എന്താണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ബൈയിങ് സോണിൽ നിന്ന് തന്നെ യൂറോ യൂസ്റ്റിൽ ഒരു ബൈയും നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് ബൈയിലേക്കാണ് സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ സെല്ലിലേക്ക് അത്ര അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല. കാരണം ഓവറോൾ ട്രെൻഡ് ബൈയിലേക്കാണ്. ഇതിലേക്ക് വന്ന ടൈമിൽ ഇവിടെ ചെറിയ ചെറിയ ട്രെൻഡുകൾ സെല്ലിലേക്ക് വന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത് അത്രത്തോളം സെല്ലിലേക്ക് അഗ്രസീവായി നോക്കണമെന്നില്ല. കാരണം എസിനുകൾ കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുത്ത മാർക്കറ്റ് ബൈയിലേക്ക് നന്നായിട്ടൊന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മൈനർ ചോയ്സും ബ്രേക്ക് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ബൈയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ സാധ്യതകൾ കൂടുതലായി ബൈയിലേക്ക് പോകാൻ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് യൂറോ യൂസ്റ്റിയിൽ നോക്കാനായിട്ട് പറ്റും. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം സെല്ല് നോക്കാനായിട്ട് പറ്റുന്ന ഒറ്റൊരു ലിക്വിഡിറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 50 മില്യൺ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം നിഫ്റ്റിയിൽ എന്താണ് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലിലേക്ക് ട്രേഡ് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യത ഇപ്പോൾ നിഫ്റ്റിയിലാകുള്ളൂ. ബൈയിലേക്ക് പുതിയ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഇനി ഇതിന് ശേഷം ഏതൊരു ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളോ ഇപ്പോൾ മാർക്കറ്റ് എന്താണ് ഈ ലോയിലേക്ക് വെച്ച് ഓപ്പൺ ചെയ്ത് പിന്നെ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ലോയിൽ വരുന്ന പുൾ ബാക്ക് ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധ്യത മാത്രമേ ഇതിനകത്ത് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു സെല്ലിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ വർക്ക് ചെയ്യാനും കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ട്രേഡിൻ്റെ സാധ്യതകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.